ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസർമാരുടെ അടികാലമാണ്. പരസ്പരം ചെളിവാരി എറിയുന്നവരുടെ കാലം. പ്രമുഖ ഇൻഫ്ലുവൻസറും ഒപ്പം തന്നെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹസ്ഥാപകമായിട്ടുള്ള ജിജോ മാരിയും അവരുടെ ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട്. അപ്പോൾ ജിജോ മാരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജിജോ മാരിയ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താതെ മാറി സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് പക്ഷെ അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജിജോ മാരിയ തനിക്കെതിരെ കല്ലെറിയുന്നവർക്ക് ഒരു മറുപടിയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ ക്രൂശിക്കാനായി മുറവിളി കൂട്ടുന്ന കാബാലികരാണ് ചുറ്റുമുള്ളത് എന്നും ഇതിനിടയിൽ താനും തൻ്റെ പെൺമക്കളും നിർജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജിജി ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഈ കെട്ടകാലത്തും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നുകൂടി അവർ കുറിച്ചു വയ്ക്കുന്നു. ട്രസ്റ്റ് തുടങ്ങി വെച്ച പല കാര്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോയി നിൽക്കുകയാണ്. 30ഓളം വീടുകൾ ഭാഗികമായി പണിത് നിർത്തിവെച്ചിരിക്കുന്നു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൻ്റെയും മക്കളുടെയും ഒക്കെ ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് ജിജി മാരിയോ ആരോപിക്കുന്നു. ജിജി മാരിയോയുടെ പോസ്റ്റിലെ പ്രധാന ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇവയാണ്. പ്രധാനമായിട്ടും 8 പേരടങ്ങുന്ന ചിലർ ചേർന്ന് സമാന്തരമായി ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ മറ്റൊരു പ്രസ്ഥാനം ആരംഭിച്ചു. കമ്പനി സെക്ഷൻ ആക്ട് 8 പ്രകാരം താൻ അറിയാതെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. തുടക്കകാലത്ത് രഹസ്യമായി വച്ച ശേഷം പിന്നീട് ഇത് പരസ്യമാക്കി. ജനങ്ങളെ കബളിപ്പിച്ച് പുതിയ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുത്താൻ തുടങ്ങിയതോടെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതാവുകയും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിക്കുകയും ചെയ്തു. ട്രസ്റ്റ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുകൂടി ജിജി മാരിയോ പറയുന്നു. ട്രസ്റ്റ് ആരംഭിച്ച് 4 വർഷത്തിനിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജിജി മാരിയോ പറയുന്നു അവരുടെ പോസ്റ്റിൽ. 200ഓളം വീടുകൾ ട്രസ്റ്റിന്റെ കീഴിൽ പണിതു നൽകി. അനേകായിരങ്ങൾക്ക് മരുന്നായിട്ടും സാമ്പത്തിക സഹായമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ചികിത്സാ സഹായമായിട്ടും നൽകാൻ സാധിച്ചു. തങ്ങളോ കുടുംബക്കാരോ ഇതിൽ നിന്നും ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല എന്നുകൂടി അവർ അവകാശപ്പെടുകയാണ്. പോസ്റ്റിൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ട അജ്മലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജിജോ മാരിയോ വ്യക്തത വരുത്തുന്നുണ്ട്. അജ്മൽ ഡ്രൈവറായി വന്നയാളാണ് എന്നും അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യവും അയാൾക്ക് നൽകിയിട്ടില്ല എന്നുകൂടി ജിജി തന്റെ കുറിപ്പിൽ പറയുന്നു. ജിജി പറയുന്ന ആ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അവളെ ക്രൂശിക്കുക എന്ന് മുറവിളി കൂട്ടുന്ന കാബാലികരാണ് ചുറ്റിലുമുള്ളത്. മനുഷ്യർ ഇത്രയും അധപ്പതിച്ചു പോകുമോ എന്ന ചോദ്യത്തിന് നേരിട്ട് ദൃക്സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. മറ്റുള്ളവരുടെ വേദനകൾ എടുത്ത് റീച്ച് കൂട്ടാനും കൂടുതൽ അതിനെ വല്ലാതെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാനുമൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കടിപിടുത്തങ്ങൾ, ഓട്ടപ്പാച്ചിലുകൾ ഇതാണ് നടക്കുന്നത്. അതിനിടയിൽ പിടഞ്ഞു വീഴുന്നത് ഒരമ്മയുടെയും 2 പെൺമക്കളുടെയും ജീവനുകൾ. ഇതെല്ലാം കണ്ട് ആർത്തട്ടഹസിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ. ഇതിൻ്റെയൊക്കെ ഇടയിലും തൻ്റെ ലക്ഷ്യം ഈ ഫിലോകാൽഫിയ എന്ന് പറയപ്പെടുന്ന ആ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കുക, എൻ്റെ മക്കളുടെ ഭാവി ഉറപ്പാക്കുക. എത്രയും ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് തന്നെ ഈ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് മുടങ്ങിക്കിടക്കുകയാണ്. ഏകദേശം 30ഓളം വീടുകൾ അവർ തുടങ്ങിയിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ അത് ഇപ്പോൾ കൃത്യമായ രീതിയിലല്ല നടക്കുന്നത്. അതിനെ സേഫ് ആക്കേണ്ടതുണ്ട്. അതിനെ സേഫ് ആക്കുക എന്നത് തൻ്റെ ലക്ഷ്യമാണ് എന്ന് കൂടി ജിജോ മാരിയോ പറയുന്നു. അപ്പോൾ അതിന് തടസ്സം നിന്നവർക്കെതിരെ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ താനും തൻ്റെ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ജിജോ മാരിയ പറയുന്നത്. പ്രധാനമായിട്ട് 8 പേരടങ്ങുന്ന ചിലർ ചേർന്ന് അതൊരു പാരലായിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നു. താൻ അറിയാതെ ആ ഫിലോകാൽഫിയ ഫൗണ്ടേഷൻസ് എന്ന പേരിൽ മറ്റൊരു പ്രസ്ഥാനം ഇതിന്റെ സമാന്തരമായി ആരംഭിക്കുന്നു. തന്നെ അറിയിക്കാതെ തുടക്കകാലത്ത് രഹസ്യമായി വയ്ക്കുകയും അതിനുശേഷം പിന്നീട് അത് പരസ്യമാക്കുകയും ചെയ്ത് അത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ജിജോ മാരിയോ വ്യക്തമാക്കുന്നത്. 30/1/2019 ഈ ഫിലോകാലിയ എന്ന് പറയപ്പെടുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊള്ളുന്നത്. 2021 ഇത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ തന്നെ 200ഓളം വീടുകൾ പണി നൽകാൻ അവർക്ക് കഴിഞ്ഞു. അനേകായിരങ്ങൾക്ക് മരുന്നായിട്ടും സാമ്പത്തിക സഹായമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ചികിത്സാ സഹായമായിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് കൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതൊരു കുടുംബക്കാരുടെ ട്രസ്റ്റ് അല്ല. തൻ്റെ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 70 വയസ്സായ തൻ്റെ പിതാവിനെ ട്രസ്റ്റിന്റെ മെമ്പർ ആക്കിയത്. തൻ്റെ അനുജൻ ഗൾഫിലാണ്. അനുജത്തിയും ഭർത്താവും ഗൾഫിലാണ്. മറ്റൊരു അനുജത്തിയും ഭർത്താവും മഹാരാഷ്ട്രയിൽ സ്കൂൾ നടത്തുന്നു. കുടുംബക്കാർ ആരും തന്നെ ഈ പറയുന്ന ഫിലോകാലിയ
എന്ന് പറയപ്പെടുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താറില്ല, ഇടപെടാറില്ല. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന തൻ്റെ അനുജൻ 2 ലക്ഷം രൂപയോളം മാസം വരുമാനമുള്ള ആളാണ്. 20 വർഷം പഴക്കമുള്ള പഴയൊരു വീട് 30 ലക്ഷം രൂപയ്ക്ക് തൻ്റെ അനുജൻ മേടിച്ചതാണ്. അതിനുള്ള എല്ലാവിധ തെളിവുകളും താമസിയാതെ കൊണ്ടുവരും എന്നാണ് ജിജോ മാരിയ പറയുന്നത്. ആരോപിക്കുന്നതൊക്കെയും അടിസ്ഥാനരഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. തനിക്ക് സ്വന്തമായി ഒന്നുമില്ല. ഈ പറയുന്ന പോലെ ഫിലോകാൽഫിയ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷത്തോളം ആകുന്നതേ ഉള്ളൂ. പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് വീടും കാറും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ജിജോ മാരിയോ കുറിപ്പിൽ പറയുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് 4 സെന്റിനുള്ളിൽ പണിത വീട്ടിലാണ് താനും തൻ്റെ മക്കളും താമസിക്കുന്നത്. തൻ്റെ കാറിൻ്റെ മാസം അടവ് തോറും, അതായത് അതിൻ്റെ ലോണ് എടുത്തതിന് ശേഷമുള്ള ഏകദേശം 2.5 ലക്ഷം വെച്ച് മാസം തോറും അടച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളാണ് അവർ പറയുന്നത്. അജ്മൽ എന്ന വ്യക്തി 2017 അവിടെ ഡ്രൈവറായി വന്നയാളാണ്. ആ ഒരു വർഷം മാത്രമാണ് ഡ്രൈവറായി ജോലി നോക്കിയത്. ഡ്രൈവർ എന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ആ അജ്മലിന് താൻ നൽകിയിരുന്നില്ല എന്ന് കൂടി ജിജി മാരി പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവർ ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയും സ്വന്തം ക്രമക്കേടുകളും തെറ്റുകളും മറയ്ക്കാൻ വേണ്ടിയും ഒക്കെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാൻ എങ്ങനെ ഇവർക്കൊക്കെ കഴിയുന്നു എന്നോർത്ത് ഞാനും മക്കളും അതിശയിക്കുന്നു എന്നാണ് ജിജി മാരിയ പറയുന്നത്. ഒരു സ്ത്രീയെ ഇല്ലാതാക്കാനും ഒപ്പം തന്നെ അവൾക്ക് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടുത്തുവാനും പുരുഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമാണ് അവളുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സമൂഹത്തിൽ അവഹേളിക്കുക എന്നത്. അക്കാര്യത്തിൽ ഒരു പരിധിവരെ ഇവർ ജയിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എന്നിൽ പ്രതീക്ഷയുണ്ട്. കാരണം സത്യം എന്നിൽ നിന്ന് ഈ പറയുന്ന പോലെ വിദൂരത്തിലല്ല, എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്നതാണ്. എൻ്റെ ബലം ആരുടെയും കാശ് തട്ടിയെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. അക്കാര്യത്തിൽ താനെന്ന് പറയപ്പെടുന്ന മക്കളെപ്പോലും മറന്നുപോയി. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ താൻ സമ്പാദിച്ചു വച്ചിട്ടില്ല. എന്നിട്ടും പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ച് ചാപ്പ കൊത്തി ആക്രോശിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചോര മാത്രമാണ് ഒഴുകുന്നത്. ആരെയും ഇടിച്ചു താഴ്ത്തുവാനോ അപമാനിക്കുവാനോ കുറ്റവാളിയാക്കുവാനോ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പല മീഡിയക്കാർ വിളിച്ചിട്ട് പോലും ഇവർ മറുപടി പറയാതെ മാറിയിരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അവർ തൊടുത്തുവിടുന്ന ഓരോ കൂരമ്പുകളും താങ്ങാൻ കഴിയാതെ താനും മക്കളുമൊക്കെ നിർജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജിജി മാരിയോ പറയുന്നത്. താമസിയാതെ താൻ മടങ്ങി വരുമെന്നും സത്യത്തിന്റെ മുഖവുമായിട്ട് തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ടെങ്കിൽ കൂടിയും തളരരുത്, വീണ്ടും ശ്രമിച്ചു നോക്കൂ എന്ന് മന്ത്രിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ജിജി മാരിയോയ്ക്ക് കൂട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഫിലോകാൽഫിയും ജിജി മാരിയോയുടെ ഭർത്താവും ഒക്കെ പരസ്പരം തല്ലും വഴക്കുമായി പിരിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. വലിയ ഇൻഫ്ലുവൻസർമാരായിരുന്നു ജിജി മാരിയും അവരുടെ ഭർത്താവും. കാരണം അവർ രണ്ടുപേരും ചേർന്ന് ഇതുപോലെ ബന്ധം പിരിഞ്ഞു പോകാൻ നിൽക്കുന്നവരെ കൂടിയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. പക്ഷെ എന്തുകൊണ്ടോ വിധി വൈരിപ്യങ്ങളോ എന്ത് തന്നെയായാലും രണ്ടുപേരെയും രണ്ട് തലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നത് ജിജി മാരിയും അവരുടെ ഭർത്താവുമാണ്. ഈ ഇൻഫ്ലുവൻസർമാർ നടത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, ശാരീരിക പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ഇതിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അത് ജിജി മാരിയക്കെതിരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭർത്താവിനെതിരായിട്ടാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കമുള്ളവ ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് മറ്റ് പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് ഈ അജ്മലിനെതിരെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടെത്തിയ അജ്മലിനെതിരെയായിട്ടാണെങ്കിലും ജിജി മാരിയുടെ ഭർത്താവിനെതിരെയാണെങ്കിലും ഒക്കെയുള്ള ഇവരുടെ ആരോപണം എത്രത്തോളം ശരിയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച